അതാ പുതിയ വെറൈറ്റി വരുന്നു. തെയ്യം അങ്ങ് കണ്ണൂരും അങ്ങ് വടക്കൻ കേരളത്തിന്റെ മുഖമുദ്രയായ വടക്കൻ മലബാറിന്റെ മുഖമുദ്രയായ തെയ്യം. തെയ്യമാണെന്ന് അർജു, ഇത് ഏത് തെയ്യമാണെന്ന് ചോദിച്ചാൽ അത് കൃത്യമായി നമുക്ക് പറയാൻ തെയ്യം ഞങ്ങൾ ഇങ്ങോട്ട് എടുത്തു കേട്ടോ. തെയ്യം ഞങ്ങൾ ഇങ്ങോട്ട് എടുത്തു കേട്ടോ. പക്ഷേ നമ്മുടെ സാംസ്കാരിക വൈവിധ്യങ്ങൾ എന്ന് പറയുന്ന ഒരു കൂടിക്കലറാണല്ലോ. മലബാറിൻ്റെ ഉത്സവവും തെക്കൻ കേരളത്തിൻ്റെ ഉത്സവവും മധ്യ കേരളത്തിൻ്റെ ഉത്സവവും ഇതെല്ലാം കൂടിക്കലരുമ്പോഴാണ് പുതിയൊരു കേരളത്തിൻ്റെ വർണ്ണവൈവിധ്യമുള്ള ഉത്സവങ്ങൾ തന്നെ ഉണ്ടാകുന്നത്. തീർച്ചയായിട്ടും കേരളത്തിലെ സാംസ്കാരിക ഭൂപടത്തിൽ തെയ്യവും തൃശ്ശൂർ പൂരവും അതുപോലെ തന്നെ ഒരുപാട് വ്യത്യസ്തതകൾ നിറഞ്ഞതാണ്. അതിലൊന്ന് തൃശ്ശൂർ പൂരത്തിൽ കുടകളായി അവതരിച്ചിരിക്കുന്നു. ദേവസങ്കല്പം തന്നെയാണ് തെയ്യങ്ങൾക്കുമുള്ളത്. ദൈവങ്ങളുടെ മറ്റൊരു രൂപമാണ്. ആ രൂപമാണ് ഭഗവതിയുടെ രൂപമാണ്. അതിനകത്ത് പറയാൻ വേണ്ടി ഭഗവതിയുടെ രൂപമാണ് തെയ്യത്തിന്റെ കോലമായി ഇപ്പോൾ കുടമാറ്റത്തിൽ അവതരിച്ചിരിക്കുന്നത്. പറമേക്കാവിന്റെ ഏറ്റവും മനോഹരമായ കുടകളിൽ ഒന്നായിരുന്നു. പറമേക്കാവ് ഇത്രയും നേരം ഉയർത്തിയതിൽ മനോഹരമായ കുടകളിൽ ഒന്നായിരുന്നു ഈ തെയ്യരൂപം എന്ന് പറയുന്നത്.